പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയമാകുന്നു. നിങ്ങളുടെ നാളെയിൽ നാളെ 2025 മെയ് 5/5/2025, അതായത് 1200 മേടമാസം 22-ാം തീയതി സോമവാരം തിങ്കളാഴ്ച. തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:09 അസ്തമയം വൈകിട്ട് 6:34 നാളത്തെ രാഹുകാലം നിങ്ങൾക്ക് സുപരിചിതമാണ്. തിങ്കളാഴ്ചത്തെ രാഹുകാലം കാലത്ത് 7:30 മുതൽ 9 മണി വരെയുള്ള സമയമാകുന്നു. നാളത്തെ നക്ഷത്രം ആശ്ലേഷം അഥവാ ആയില്യം നക്ഷത്രമാകുന്നു. ആയില്യം നക്ഷത്രം നാം ശുഭകാര്യങ്ങൾക്കൊന്നും സ്വീകരിക്കാറില്ല, നിങ്ങൾക്കറിയാം. യമരുദ്രാഹി മുപ്പൂരം തൃക്കേട്ടേവി 7 നാൾ വിതക്കിൽ വെളിയാഭൂമോ യാത്ര പോകിലവൻ വരാ എന്ന്. യമൻ എന്ന് വെച്ചാൽ ഭരണിയാണ്. യമരുദ്രൻ തിരുവാതിര, അഹി ആയില്യം, പൂരം പുരാടം പുരുരുട്ടാതി തൃക്കേട്ട, ഈ 7 നക്ഷത്രങ്ങൾ യാത്രയ്ക്കോ വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രമാകുന്നു. ലോകത്തിലെ എല്ലാ പ്രതിഭാധനന്മാരുടെയും നക്ഷത്രമാണ് ആയില്യം നക്ഷത്രം. അത് മഹാത്മാഗാന്ധിജി ആയാലും നമ്മുടെ പണ്ഡിറ്റ്ജി ആയാലും ഒക്കെ ആയില്യം നക്ഷത്രത്തിന് അങ്ങേയറ്റം പ്രഭാവം ചൊരിഞ്ഞ വ്യക്തിത്വങ്ങളാണ്. പക്ഷെ നാം ശുഭകാര്യങ്ങൾക്ക് ആയില്യം സ്വീകരിക്കാറില്ല. നാളത്തെ തിഥി കാലത്ത് 8 മണി വരെ വെളുത്ത പക്ഷത്തിൽ അഷ്ടമി തിഥിയാകുന്നു. അത് രിക്താ തിഥിയാണ്. 8 മണിക്ക് ശേഷമാണെങ്കിൽ നവമി തിഥിയായി, അതും രിക്താ തിഥിയാണ്. രിക്ത എന്ന് വെച്ചാൽ ശൂന്യമായ തിഥികളാണ്. തിഥി സമ്പത്തിനെ സൂചിപ്പിക്കുന്നു. അഷ്ടമി രിക്താ തിഥിയല്ല. ചതുർത്ഥി, നവമി, ചതുർദശി 4, 9, 14 തിഥികളാണ് രിക്ത ശൂന്യമായ തിഥികൾ. അതിനാൽ സാമ്പത്തിക വിഷയത്തിലൊന്നും നാം ഈ ശൂന്യമായ തിഥികളെ നാം സ്വീകരിക്കാറില്ല. നാളത്തെ മുഹൂർത്തം ശുഭകാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു ആയില്യം നക്ഷത്രമാണ്, തിഥിയും ഗുണമല്ല. എങ്കിലും മറ്റ് ചില കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് വളരെ അടിയന്തരമായി കാര്യങ്ങൾ നിർവഹിക്കണമെങ്കിൽ ഉച്ചയ്ക്ക് 2:10 മുതൽ 3:10 മണി വരെയുള്ള 1 മണിക്കൂർ സമയം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശുഭകാര്യങ്ങൾക്കായി സ്വീകരിക്കാവുന്നതാണ്. അത് സ്ഥിരരാശിയാണ്. 9-ൽ ആദിത്യനും 10-ൽ വ്യാഴവുമുണ്ട്. അതിനാൽ നക്ഷത്രത്തിൻ്റെ രീതി നോക്കുകയാണെങ്കിൽ ശുഭമല്ല. തിഥി രിക്താതിഥിയാണ്. എങ്കിലും മറ്റ് ചില കാര്യങ്ങൾക്കൊക്കെ ചില കൂടിയാലോചനകൾ തിങ്കളാഴ്ച ആയതുകൊണ്ട് ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. നാളത്തെ പ്രാർത്ഥന ആയില്യം നക്ഷത്രത്തിന് സർപ്പനക്ഷത്രമാണ്. സർപ്പക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. സർപ്പബലിയോ ആയില്യ പൂജയോ നിങ്ങൾക്ക് ചെയ്യാം. പിന്നീട് നക്ഷത്രാധിപനായ ഗ്രഹം ബുധനാകുന്നു. നവഗ്രഹ ക്ഷേത്രത്തിൽ ബുധൻ അർച്ചന ചെയ്യാം. അല്ലെങ്കിൽ ബുധനി നരസിംഹക്ഷേത്രത്തിൽ പാനകം, തുളസിമാല, ഭാഗ്യസൂക്ത, പുഷ്പാഞ്ജലി വഴിപാട് ചെയ്യുന്നത് വളരെ ശുഭകരമാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഓം ലക്ഷ്മി നരസിംഹമൂർത്തിയെ നമഃ എന്ന് ഭജിക്കുന്നത് വളരെ നല്ലതാണ്. തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച ഗോഡസാണ്, ദേവിയാണ്. അതിനാൽ ഓം ലക്ഷ്മി നരസിംഹമൂർത്തിയെ നമഃ എന്ന് ഭജിച്ചുകൊണ്ട് ദേവീക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യുക. വിവാഹത്തിന് സ്വയംവര പുഷ്പാഞ്ജലി ചെയ്യുക. ഇതൊക്കെ തന്നെ വളരെ അനുകൂലമായി ഗുണത്തെ പ്രദാനം ചെയ്യുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നല്ല ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.